ഭീകരർക്ക് അഭയം നൽകിയാൽ പാകിസ്ഥാനെ കുഴിച്ചുമൂടുമെന്ന വ്യക്തമായ സന്ദേശം നൽകി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പാകിസ്ഥാന് നൽകിയ സന്ദേശത്തിൽ ഗുരുതരമായ മുന്നറിയിപ്പ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭീകര ക്യാമ്പുകൾ തുറക്കുകയോ ഭീകരർക്ക് അഭയം നൽകുകയോ ചെയ്താൽ തകർക്കും, പാകിസ്ഥാനെ പടമാക്കി മാറ്റും. ഭീകര രാഷ്ട്രമായ പാകിസ്ഥാൻ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ ഉറച്ച സന്ദേശം. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ശനിയാഴ്ച നൽകിയ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു: പാകിസ്ഥാൻ സ്വയം ചിന്തിക്കുക. ചരിത്രത്തിൽ അലിഞ്ഞു ചേരണോ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമാകണോ? പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ അവർ ഭൂമിശാസ്ത്രത്തിന്റെയോ ചരിത്രത്തിന്റെയോ ഭാഗമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണമെന്ന് ഇസ്ലാമാബാദിന് അയച്ച കർശനമായ സൈനിക സന്ദേശത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ശനിയാഴ്ച പറഞ്ഞു. തീർച്ചയായും ഇത്തരം ഒരു സന്ദേശം നൽകണമെങ്കിൽ പാകിസ്ഥാനിൽ ഇസ്ലാമിസ്റ്റ് ഭീകരർ വീണ്ടും നിലയുറപ്പിക്കുന്നുണ്ടാകണം. വെറുതെ കരസേനാ മേധാവി ഇത്തരം ഒരു മുന്നറിയിപ്പ് ഇറക്കില്ല. വീണ്ടും ഭീകരരെ അയച്ച് ഇന്ത്യയെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഭൂപടത്തിൽ ഉണ്ടാവില്ലെന്നും ഉറപ്പ്. ഡൽഹിയിലെ മനേക്ഷ സെൻട്രൽ യൂണിഫോം അൺവെയിൽഡ് സംഘടിപ്പിച്ച ഒരു സംവേദനാത്മക സെഷനിൽ കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂറിന് കാരണമായ സാഹചര്യങ്ങൾ വീണ്ടും ഉയർന്നു വന്നാൽ ഇന്ത്യൻ സൈന്യം എങ്ങനെ പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. കരസേനാ മേധാവി പറഞ്ഞു: നിങ്ങൾ മുമ്പ് എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പാകിസ്ഥാൻ അവർ തീവ്രവാദികൾക്ക് അഭയം നൽകുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ അവർ ഭൂമിശാസ്ത്രത്തിന്റെയോ ചരിത്രത്തിന്റെയോ ഭാഗമാകണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കണം. രാജ്യവും ഇന്ത്യൻ സൈന്യവും ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികം ആഘോഷിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സേനാ സംവാദ് എന്ന പരിപാടിയിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ. ജനറൽ ദ്വിവേദിയുടെ വാക്കുകൾ ഹ്രസ്വമാണെങ്കിലും പാകിസ്ഥാന് വ്യക്തമായ ഒരു സന്ദേശം നൽകുകയും ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. പഹൽഗാമിലെ മാരകമായ ഭീകരാക്രമണത്തിന് പ്രതികാരമായി കഴിഞ്ഞ വർഷം മെയ് 7-ന് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഒന്നിലധികം ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം കൃത്യമായ ആക്രമണം നടത്തി. പാകിസ്ഥാൻ പിന്നീട് ഇന്ത്യക്കെതിരെയും ആക്രമണങ്ങൾ നടത്തി. തുടർന്നുള്ള എല്ലാ പ്രത്യാക്രമണങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ ഇന്ത്യ നടത്തി. 2025 മെയ് 7-നാണ് പഹൽഗാം ഭീകര ആക്രമണത്തിനുള്ള മറുപടിയായി പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. 100ഓളം ഭീകരരെ ഇന്ത്യ വധിക്കുകയും ചെയ്തു. ആണവായുധങ്ങളുള്ള 2 അയൽക്കാർ തമ്മിലുള്ള സൈനിക സംഘർഷം ഏകദേശം 88 മണിക്കൂർ നീണ്ടുനിന്നു. മെയ് 10 വൈകുന്നേരം അവർ ഒരു ധാരണയിലെത്തിയതോടെ യുദ്ധം അവസാനിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറും 2 സൈന്യങ്ങളും പൂർണ്ണ വെടിനിർത്തലിന് കരാർ ഒപ്പിട്ടു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതികരണത്തിനും കാരണമുണ്ട്. പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കിയതിന് മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികത്തിന് പിന്നാലെ പ്രകോപനമില്ലാതെ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു. പാകിസ്ഥാനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അതിഭീകരവും ദീർഘവ്യാപകവും വേദനാജനകവുമായ തിരിച്ചടി ഇന്ത്യ നേരിടേണ്ടി വരുമെന്ന് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പാകിസ്ഥാൻ സംയുക്ത പ്രതിരോധ മേധാവി അസിം മുനീർ ഭീഷണിപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനെതിരെ ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം നിയന്ത്രിതമായിരിക്കില്ല എന്ന് ശത്രുക്കൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ അത്യധികം വിശാലവും ഭീകരവും വേദനാജനകവും ദൂരവ്യാപകവുമായ തിരിച്ചടി ഉണ്ടാകും. അസിം മുനീർ പറഞ്ഞതായി പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ ധൈര്യം പരീക്ഷിക്കാൻ പരമാധികാരവും അതിർത്തിയും ലംഘിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. പാകിസ്ഥാൻ പൂർണ്ണ ഐക്യത്തോടെയും സൈനിക ശക്തിയോടെയും തിരിച്ചടിച്ചു. 2 ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഇന്ത്യയുമായി ഉണ്ടായത്. അതിൽ സത്യം ജയിക്കുകയും അസത്യം പരാജയപ്പെടുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അസിം മുനീർ പറഞ്ഞതിനും ചുട്ട മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.